ഹായ് മക്കളെ. മുത്തശ്ശിന്നേ കുറച്ച് വിഷമായിട്ടുള്ള കാര്യം പറയാനാട്ടോ വന്നിരിക്കുന്നത്. എന്താ വെച്ചാല് മുത്തശ്ശി കാറ്ററിംഗ് ഒക്കെ അല്ലേ നടത്തുന്നത് അത് കാര്യമായിട്ട്. അപ്പൊ ഒരു 10-18 കൊല്ലം ഇത് കൊണ്ട് നടത്തണു. ഇപ്പൊ എന്താ വെച്ചാൽ അതിനുള്ള ആരോഗ്യം ഇല്ലാതെ തുടങ്ങി. പിന്നെ പണിക്കാണെങ്കിൽ ആൾക്കാർ ഇല്ലാതെയായി. എല്ലാവർക്കും ഈ പറഞ്ഞ ഓരോരോ പ്രശ്നങ്ങള് 10-12 ആളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ സഹായിക്കാനൊക്കെ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ആരും ഇല്ല. എല്ലാവർക്കും ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വീട്ടിൽ ആളില്ലാത്ത അവസ്ഥ. പണ്ടൊക്കെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, ആ തലേദിവസം വന്ന് കിടക്കും, അങ്ങനെയൊക്കെ. അപ്പൊ അതിനൊന്നും അവർക്കും വയ്യാതെയായി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആരും ഇല്ല ചുരുക്കം പറഞ്ഞാല്. അപ്പൊ ഞാനും മകളും കൂടിയാണ് ഇത്രയും കൊണ്ട് നടത്തിയത്. അപ്പൊ മകൾക്കും ഈ പറഞ്ഞ ഓരോരോ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ കാലുവേദന, തടിയുള്ള മൂട്ടുവേദന, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതുള്ള ഒന്നുമല്ല. എന്നാലും അപ്പൊ ഉറക്കം വെച്ചാൽ ഇതൊക്കെ അധികമായാലോ എന്നൊരു പേടി ഉണ്ടാവും. ഡോക്ടർമാർ എന്നോടും പറഞ്ഞിട്ടുണ്ട്, പ്രായമായില്ലേ, റെസ്റ്റ് എടുക്കൂ ഇതേം വയ്യ. പക്ഷെ ഞാൻ കുറെ ടെസ്റ്റ് ചെയ്ത് നോക്കി, അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ നമ്മള് ചെയ്തിട്ട് ഇനിയിപ്പോ കൂടി വരണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും കാറ്ററിംഗ് നിർത്താനാണ് പോണത്. സദ്യപരിപാടി നിർത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാല് ഓണക്കാലൊക്കെ ആവില്ലേ, അപ്പൊ നമുക്ക് വറവുകളോ പിന്നെ ഇനി ഉണ്ണിയപ്പത്തിന്റെ ഓർഡർ കിട്ടുമ്പോ അത് ചെയ്യേ. അതൊക്കെ ചെയ്യാ. അപ്പൊ പിന്നെ ഇനിയിപ്പോ അപ്പോഴേക്ക് അത്രയും വയ്യ തോന്നിയാ പിന്നെ അപ്പൊ നമ്മൾ നിർത്തന്നെ വേണ്ടി വരും. അപ്പൊ പിന്നെ ഇപ്പൊ അങ്ങനെ കൊണ്ട് നടക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇഡലി സാമ്പാർ എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാം. പിന്നെ മാസത്തിൽ ഒന്നുണ്ട് 300 ഇപ്പൊ അമ്പലത്തേക്കുള്ള എല്ലാ ഇംഗ്ലീഷും 1-ാം തീയതി ആണ്. 1-ാം തീയതി ഞായറാഴ്ച വരണം. 1-ാം തീയതി അല്ല, ആദ്യത്തെ ഞായറാഴ്ചയാണ് കൊടുക്കാറ്. അതങ്ങനെ കൊടുത്തു പോണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വല്ല അമ്പലത്തിൽ പോകാനോ വഴിപാട് കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പൈസ നമുക്ക് അതും ആവൂലോ. അപ്പൊ അങ്ങനെ പെട്ടെന്നാണ് നിർത്തില്ല. പിന്നെ ഇപ്പൊ എനിക്കത് എന്താ വെച്ചാൽ വിഷമം, നമ്മള് കുട്ടിക്കാലത്തിന് ഇതൊക്കെ ശീലിച്ച് പഠിച്ച് അച്ഛന്റെ അടുത്ത് നിന്ന് പഠിച്ച് കുറെ. അമ്മയുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു. 8-ാം ക്ലാസ്സിൽ ഞാൻ 7-ൽ പഠിക്കുമ്പോഴാണ് അമ്മ മരിച്ചത്. അപ്പൊ അന്ന് തൊട്ട് തന്നെ പാചകമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അച്ഛനോട് ചോദിച്ചു. പക്ഷെ എനിക്ക് അന്ന് തന്നെ പാചകം ചെയ്യാന്ന് വെച്ചാൽ നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല നേരം ഇത്രയും വലുതായി എത്താൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് നിർത്തുന്നതിന് എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ ഇനിയിപ്പോ കഴിയില്ല. എന്താ വെച്ചാൽ 1-2 ആൾ കൂടി എങ്ങനെ സദ്യ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ഒരുവിധമൊക്കെ ഞാനും മകളും കൂടി ഇപ്പൊ ഏൽപ്പിച്ചതൊക്കെ ഒരുവിധമൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അത് പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞാൽ പാത്രം വൃത്തിയാകും. പിന്നെ ഇപ്പൊ എന്തെങ്കിലും കാരണത്താല് ഇപ്പൊ സ്കൂളിലാണ്, പിന്നെ ഇപ്പൊ വെക്കേഷൻ കാലൊക്കെ ചോദിച്ചാല് മരുവളാണെങ്കിൽ പോവും, അമ്മായി പോവേ. സ്കൂൾ വെക്കേഷൻ കാലം പോകും. അവിടെ അമ്മയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ മറ്റിപ്പോ എന്തെങ്കിലും പാത്രം കുറച്ച് കഴിഞ്ഞ് സഹായിക്കാനൊക്കെ കഷ്ണമൊക്കെ കൂടാറുണ്ട്. അവിടെ അച്ഛനും അമ്മയും പ്രായമായിരിക്കും. നേരത്തെ നീക്കാൻ അത്ര അതെ ശീലമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് പിന്നെ നേരത്തെ നീക്കാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ചെയ്യാക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കഴിഞ്ഞ് കിട്ടിയാൽ മതി തോന്നും. ഇഷ്ടാവുകൊണ്ട് ചെയ്യുന്നതാണ് ആൾക്കാർക്ക് തോന്നി. ഞാൻ എന്തുണ്ടറിയാം അമ്മയോട് ചീത്ത പറയാറാ. പിന്നെ എന്നുവെച്ചാൽ ആരോഗ്യം നമ്മൾ നോക്കണ്ട. ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇപ്പൊ എത്ര സമ്പാദിച്ചു വിചാരിച്ചാൽ അതിന്റെ ഇരട്ടിയും കൂടി ചിലപ്പോ നമ്മള് ഡോക്ടർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്നോട് അച്ഛനും അതെ കുറെ എന്നോട് നിർത്താൻ പറയണു. പിന്നെ അമ്മ ഒറ്റയ്ക്കല്ലേ. അപ്പൊ അമ്മയെ എത്രയായാലും അമ്മ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിനൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് കഴിയണ പോലെ ഞാനും ചെയ്യാറുണ്ട്. അങ്ങനെ ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയിപ്പൊ നാളെയും കൂടെ ഒരു ഓർഡർ ഉണ്ട് അമ്പലത്തിലേക്ക്. സ്വാമിമാർക്കുള്ള ഭിക്ഷയാണ്. ഒരു 125 ആൾക്കുള്ള ഭിക്ഷയാണ്. ഉച്ചഭക്ഷണം, ചോറ് 2 കൂട്ടാൻ, പിന്നെ മോര്, ഉപ്പേരി, അച്ചാറ്, പപ്പടം, അങ്ങനെ ഉള്ളൂ. പിന്നെ ഇഡലിയുടെ ഓർഡർ ഒന്നും പിന്നെ അമ്മ ചെയ്യാന്ന് പറഞ്ഞ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ രാവിലെ നേരത്തെ വേണം. 10-10:30 ആകുമ്പോഴേക്കും എല്ലാ ഐറ്റം റെഡി ആയി വരണം. പാത്രത്തിലാക്കി തുടങ്ങണം 10 മണിയാകുമ്പോഴേക്ക്. പിന്നെ നമ്മളെ ഉറക്കം ഭയങ്കരമാണ്. എല്ലാ ഇത് ആവുമ്പോഴേ എല്ലാ ഐറ്റം ആവുമ്പോ നമുക്ക് നല്ല പണിയാട്ടോ. മുത്തശ്ശിക്കാണെച്ചപ്പോ ഒരു 150 ആളെ പരിപാടിയൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. മുത്തശ്ശി ചോറ് വെക്കണം, ഒറ്റയ്ക്കൊക്കെ ചെയ്യണം. ചോറും പായസമൊക്കെ അടുപ്പത്താവുമ്പോഴേക്ക് അയ്യോ ഞാൻ പറയും അമ്മയോട്, അമ്മയെ സമ്മതിച്ചുട്ടോ ഇതൊക്കെ ഇളക്കി ഉണ്ടാക്കണ്ടേ. ഞാൻ അപ്പോഴേക്ക് ഇപ്പുറത്ത് സാമ്പാർ, അവിയല്, ഓലൻ, പിന്നെ കാളന്റെ അരവ്, അങ്ങനെ അരവുകളും കഷ്ണം കഴുകലും. പിന്നെ ചിലപ്പോൾ അമ്മയെ സഹായിക്കും കഷ്ണം കഴുകി തരാൻ. എന്താ വെച്ചാൽ അത്രയ്ക്ക് പണി ഭയങ്കര ബുദ്ധിമുട്ട് താണിട്ടൊക്കെ നമുക്ക് ചെയ്യുമ്പോഴൊക്കെ.
അപ്പൊ ഭയങ്കര കാലുവേദന ഇതൊക്കെ ഇപ്പൊ പിന്നെ കഷ്ണമൊക്കെ എന്താ വെച്ചാ അപ്പൊ തലേദിവസം ഞാൻ കഴുകി രാത്രി തന്നെ കഴുകും. പിന്നെ കറച്ചു വെക്കും. അതെ, കുറെ ആളാകുമ്പോ ഞങ്ങൾ രണ്ടാളും ഇല്ലല്ലോ, അപ്പൊ പിന്നെ എന്താ ഞങ്ങള് ഉറങ്ങില്ല, ചിലപ്പോ ഒരു 2 മണിക്ക്. പക്ഷെ എല്ലാവർക്കും ഞങ്ങളെ ഭക്ഷണം തന്നെ വേണമെന്നുണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പ് ചോദിച്ചു അല്ലേ, അമ്മ പറഞ്ഞില്ലേ തീരുമാനം. ഞാൻ പറഞ്ഞു നിർത്തി. അപ്പൊ ഞങ്ങൾ ഇഡ്ഡലി എങ്കിലും ഉണ്ടാക്കി കൊടുത്തൂടെ ഞങ്ങൾക്ക്? അത് ഇഡ്ഡലി നിർത്തുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സദ്യ പരിപാടി ഇങ്ങനെ അറിയില്ലല്ലോ നമുക്ക്, നാളെ ഇപ്പൊ എന്താന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ എല്ലാം നിർത്തും, അങ്ങനെ വിചാരിക്കണ. അപ്പൊ നമ്മള് ഭയങ്കര വിഷമമുണ്ട് മുത്തശ്ശിയുടെ മുഖം കണ്ടാലറിയാം. ഒന്നാമത് ആൾക്കാരും അങ്ങനെ ഹെൽപ്പിനൊക്കെ കുറെ പേരുണ്ടെങ്കിൽ ഒരു മേൽനോട്ടം പോലെ. പിന്നെ അച്ഛൻ നാളികേരൊക്കെ ചെറുകി തരാറുണ്ട്. പിന്നെ അമ്മാവും കൊറേ പായസൊക്കെ ഓർഡർ മേൽനോട്ടം എന്നൊക്കെ പറഞ്ഞാലേ വറവൊക്കെ നമ്മളയത്തിന് ശരിയായി വരുന്നു. കായ വറക്കൊക്കെ അറിയില്ല കേട്ടോ, നുറുക്കി കൊടുക്കുക എന്നല്ലാതെ അതൊക്കെ മുത്തശ്ശിനെ ചെയ്യാറ്. ശർക്കരപ്പേരിയും കായ വറുത്തതൊക്കെ, പിന്നെ പുളിയിഞ്ചി ഉണ്ടാക്കുക, അതൊക്കെ പിന്നെ എളുപ്പമുള്ള വേണം. പിന്നെ ഓണക്കാലാകുമ്പോ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ പൊടി, ചട്നിപ്പൊടി അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കി കൊടുക്കുക കൊണ്ടാട്ടുമ്പോ. പിന്നെ ഇനിയിപ്പോ മാങ്ങയുടെ സീസൺ വന്നാൽ കടുമാങ്ങ ഉണ്ടാക്കുക, അതൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള പാത്രങ്ങൾ വെച്ച് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നാളെ വേറൊരു വീഡിയോ കാണണം കേട്ടോ, എന്നാലേ ശരിക്കും എന്താന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. നമ്മള് കുറച്ച് പാത്രങ്ങൾ ഇവിടെ മാറ്റി വെച്ചിട്ട് അത്യാവശ്യം വേണ്ടത് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ കൊടുക്കാനാണ്. ഗ്യാസ് കുറ്റിയുണ്ട്, അടുപ്പുണ്ട്, അപ്പൊ അങ്ങനത്തെ ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടല്ലേ അമ്മ. അപ്പൊ നാളെ അതിന്റെ ഒക്കെ ഒരു പാത്രങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയാ നമ്മൾ കൊടുക്കാൻ വിചാരിക്കണമെന്നുള്ളൊക്കെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കൂ കേട്ടോ. അപ്പൊ എല്ലാരും നാളെയും കാണണം, ഇന്ന് കണ്ടവര് നാളെയും കാണണം, എന്നാലേ ശരിക്കും മനസ്സിലാവും. അതെ, പിന്നെ എന്താ വെച്ചാൽ വേണ്ടവർക്ക് നോക്കി വാങ്ങുക, ഇവിടെ ഒന്ന് അന്വേഷിക്കുക. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, മുത്തശ്ശിയുടെ നമ്പറും കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് നോക്കണമെങ്കിൽ ഇവിടെ വന്ന് നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് എന്താ വെച്ചാൽ ചെയ്യാം. അതെ അതെ അതെ, ഒന്നിനൊരു പഴക്കല്ല. ഇപ്പൊ പറയുമ്പോ നമ്മൾ എത്ര വർഷമായി. അതെ, പക്ഷെ അൽമിയത്തിന്റെ ചെറിയൊരു വട്ടച്ചേമ്പ് ഇപ്പോഴും അതിനൊരു തുടക്കത്തിലുള്ളത് ഒരു ഓട്ടയും കൂടി വന്നിട്ടില്ല, എന്താണെന്നറിയില്ല. എപ്പോഴും നമ്മള് ആ കുറച്ച് സാമ്പാർ വെക്കണേ. ഭയങ്കര അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് കാര്യത്തിനാ വെറുതെ അവിടെ വെച്ചിട്ട് എന്താ കാര്യം. ഞാൻ പറഞ്ഞു അതിനെടുക്കാന്നാലേ. മുത്തശ്ശിക്ക് ഇപ്പൊ പൈസ നമുക്കിപ്പോ എന്തായാലും മുത്തശ്ശി കുറെ പാത്രങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. അപ്പൊ മുത്തശ്ശിയല്ലേ ഇപ്പൊ അതൊക്കെ എല്ലാ ചെലവും ഷെഡിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ മുത്തശ്ശിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ടൈൽസ് ഇറക്കല്, പിന്നെ അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കിട്ടണേന്ന് ഇങ്ങനെ കുറേശ്ശെ ഒരു കൂട്ടി വെച്ചിട്ടാണ് എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പാത്രം ഞാൻ എടുക്കാം അമ്മയ്ക്ക് പൈസ തരാറും. പക്ഷെ അത്ര പോലും എനിക്ക് ആ പാത്രം കൊടുക്കുമ്പോ ഭയങ്കര സങ്കടം. എന്താ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ അതുകൊണ്ട് 100-300 ആൾക്കുള്ള കറികളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഒരു 250 എന്തായാലും പറ്റും. അതെ. അപ്പൊ പിന്നെ ഇവിടെ അച്ഛനോട് ഞാൻ ചോദിച്ചു. അപ്പൊ അച്ഛൻ പറയും എന്തിനാ അതില്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്താ ഇപ്പൊ ഇത്ര 250 ആളൊന്നും ആവശ്യമില്ല. അമ്മും പറഞ്ഞു, അച്ഛനും പറഞ്ഞു, മുത്തശ്ശിയും പറഞ്ഞു ആദ്യം. പക്ഷെ എന്നാലും നല്ല നല്ല ഒഴിവാക്കിയപ്പോ ഇങ്ങനെ കൊടുക്കാണ്ടേ പറഞ്ഞിട്ട് നക്ഷത്ര എന്നൊരു കടയുണ്ട് അങ്ങാടിപ്പുറത്തെ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉള്ള. അപ്പൊ അവര് പറയേ ചേച്ചി ഇങ്ങനെ ഉണ്ട്, വില കുറച്ച് കിട്ടും, അവര് കൊടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനത് പോയി വാങ്ങിയത്. നല്ല ഭംഗിയുള്ള പാത്രം, അങ്ങനെ പിടിക്കാനൊക്കെ നല്ല ഇഷ്ടമായി അത്. നമ്മൾക്കുള്ളൊരു സങ്കട വാർത്ത തന്നെയാണ്. പിന്നെ ഇപ്പൊ വലിയ ഗ്യാസ് കുറ്റിയൊക്കെ മുത്തശ്ശിയുടെ അടുത്ത് 5 ഉണ്ട് അല്ലേ അമ്മേ? അതെ, 2-3 മാറ്റി വെക്കുക, 2 കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. നമ്മള് നാളെ എന്തൊക്കെയാന്നുള്ളത് നാളെ ഒക്കെ ചെയ്തിട്ടൊരു വീഡിയോ. അപ്പൊ എന്താ വെച്ചാൽ 3 എടുത്ത് വെച്ചാൽ നീ ഓണക്കാന് വറവ് ഇഷ്ടം പോലെ. ചിലപ്പോ പെട്ടെന്ന് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിനാണ് ഒക്കെ വറക്കാറ്. അപ്പൊ എന്നാ 3 ഇവിടെ വെക്കാം, 2 കൊടുക്കാം, അങ്ങനെ വിചാരിക്കുന്നത്. ഓണക്കാലത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതെ ചെയ്യാം. അതെ അതെ, അതൊക്കെ ചെയ്യണം. പിന്നെ ഉണ്ണിയപ്പത്തിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ അതുണ്ടാവും. അതൊരു 75 മുതലേ ഉള്ളൂ കേട്ടോ, അതിൽ കുറഞ്ഞതില്ല. ഇവിടെ വന്ന് ഉണ്ണിയപ്പം അങ്ങനെയാണ്. പക്ഷെ മറ്റൊക്കെ നമുക്ക് ഓണക്കാലത്ത് കൊറിയർ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. അതെ, പിന്നെ കടുമാങ്ങ അതൊക്കെ ചെയ്യും. അതെ, പിന്നെ നമ്മളെ ഈ യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് നല്ലൊരു ഉപകാരമായിരുന്നു. എത്ര പോയത് അറിയോ, തീരെ അല്ലേ അമ്മ? അത്രയും കൊറേ പോയി. അതെ അതെ അതെ, ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ വാട്സപ്പില് കടുമാങ്ങ ഉണ്ടോന്ന്. അപ്പൊ പറഞ്ഞു ഇനിയില്ല, ഇനിയിപ്പൊ അടുത്ത സീസണിൽ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കും. മകരം കുംഭമൊക്കെ ആവും. അതെ അതെ, ഒരു മഴ വന്നില്ലേ, ഇപ്പൊ കാലാവസ്ഥയൊക്കെ മാറുകൊണ്ടൊക്കെ സമയം. അപ്പൊ ഇനി ചിലപ്പോ കിട്ടാനും കുറച്ച് താമസം. കഴിഞ്ഞ പ്രാവശ്യം കുംഭമാസത്തിലൊക്കെ ആക്കി കിട്ടിയത്. അപ്പൊ
നമുക്ക് ഇതാണ് നമുക്ക് എല്ലാവരോടും ഒന്ന് പറയാനുള്ളത്. കുറെ നാളായി വിചാരിക്കണല്ലോ. അതെ അതെ അപ്പൊ ഓരോന്നോരോന്ന് അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓർഡർ വന്ന സമയത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. അതെ. അപ്പൊ മുത്തശ്ശി അങ്ങനെ സദ്യ പരിപാടികള് നിർത്തുകയാണ്. മുത്തശ്ശി മുഖത്ത് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എന്നാലും മുത്തശ്ശി പണ്ട് തൊട്ടേ ഇങ്ങനെ സദ്യയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കാനുള്ളത്. ആർക്കും കൊടുക്കുന്നതും വെറുതെ കൊടുക്കുന്നതും ഇഷ്ടമുള്ള കാര്യമാണ്. മുത്തശ്ശി ഇവിടെ സദ്യ ഓർഡർ വന്നാലും തന്നെ ഒരു 10-15 ആൾക്ക് 4-5 ഏറെ കൊടുക്കും. എന്തായാലും നമ്മളവർക്ക് അറിയാം. അല്ല, 5 ആണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ വിളമ്പുമ്പോ അതിൽ അതെ, ചിലര് ചോദിക്കും അഡ്ജസ്റ്റ് 4-5 ആൾക്കൊക്കെ ഏറെ ഉണ്ടാവും. അല്ല, നിങ്ങളെ ഏൽപ്പിച്ചുണ്ടാവും, ഞങ്ങൾക്ക് അറിയാം, ഇങ്ങോട്ട് തന്നെ പറയും. അപ്പൊ ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. സദ്യയുടെ കാര്യമാണ് പറഞ്ഞത്. സദ്യ അപ്പൊ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് പറഞ്ഞതെല്ലാം പൊടികളാണെങ്കിലും അല്ലെങ്കിൽ ഉപ്പിലിട്ട അച്ചാറുകളാണെന്നുണ്ടെങ്കിലും ഉണ്ണിയപ്പാണെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മള് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എല്ലാവരുടെ അടുത്തും ഇത് പറയാൻ വിചാരിച്ചിട്ടാണ്. ഇപ്പൊ പെരുന്തോണ്ണയൊക്കെ പോയി വന്നേ ഉള്ളൂ. നാളേക്കുള്ള കഷ്ണങ്ങളൊക്കെ വാങ്ങി, നാളെ ഒരു പരിപാടി ഉണ്ട്, അതൊക്കെ വാങ്ങി വന്നു. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അപ്പൊ ഇനി നാളെ കാണാം. ബൈ ബൈ. ബൈ പറയാൻ വരട്ടെ. എല്ലാവരോടും അഭിപ്രായം ചോദിക്കും മുത്തശ്ശി. തീരുമാനം നല്ലതല്ലേ ചോദിക്കും. കാരണം എന്താ പറയാ, എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശി ഹെൽത്ത് നോക്കണം. അതെ, അതെന്നോട് ഇടയ്ക്കൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും, ഇത് ഇഷ്ടമായിട്ട് ചെയ്യണതല്ലേ എന്നാ ഞാൻ പറയാറ്. പുറത്തേക്കൊക്കെ പോകുമ്പോ അമ്പലത്തിൽ പക്ഷെ എനിക്ക് നേരം അങ്ങനെ ക്ഷീണം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രശ്നമില്ല. ഉറക്കത്തിന്റെ പ്രശ്നം കൊണ്ടാണ് അധികം വരുന്നത്, അല്ലാതെ മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചില പാരമ്പര്യവും. ഇപ്പൊ എന്റെ അമ്മയുടെ അനിയത്തി ഇപ്പോഴും ഉണ്ട്. അവരും അതെ ഇങ്ങനെ പ്രായമായപ്പോഴേക്ക് ക്ഷീണിച്ചു, തടി കുറഞ്ഞു. ഇപ്പൊ 80 വയസ്സ് കഴിഞ്ഞു തോന്നുന്നുണ്ട്. അപ്പൊ എന്റെ അനിയത്തിയും കണ്ടില്ലേ. അപ്പൊ ഇപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ അനിയത്തിയുടെ ചായ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ക്ഷീണിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മളെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് മുത്തശ്ശി എല്ലാ പോലെ നല്ല വ്യത്യാസമുണ്ട്. നമ്മളന്ന് പക്ഷെ ചിലവരൊക്കെ ഇപ്പൊ അങ്ങനെയാണ്, പ്രായമാകുമ്പോ തടി കുറയുന്ന ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. ഭക്ഷണം ഇപ്പൊ ഞാൻ ഇപ്പോഴും 3 ദോശ 4 ദോശയൊക്കെ കഴിക്കും. പാല് കുടിക്കുന്നു, പഴം വേവിച്ച് കഴിക്കും. അല്ല, പിന്നെ കുട്ടികളൊക്കെ കാണലുണ്ട് സാധാരണ ഉറക്കൊഴിച്ച് പഠിക്കുന്ന ക്ഷീണം. അപ്പൊ ആ രീതിയിലാണ് പാല് വാങ്ങി കുടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ 18 വർഷമായിട്ട് നമ്മള് ഇത്രയും ഇതാക്കിയിട്ട് നമ്മള് കൊണ്ടുപോയി കേട്ടോ. എല്ലാവരുടെ അഭിപ്രായം പറയാൻ മറക്കണം. മുത്തശ്ശി തീരുമാനം എല്ലാവർക്കും ഇഷ്ടായോ? എല്ലാരും പറയും എന്താന്ന് വെച്ചാൽ നന്നായി മുത്തശ്ശീന്ന് എല്ലാരും പറയുള്ളൂ. അതെ, എന്നിട്ട് തന്നെ ഓരോരുത്തർ നമ്മള് പണ്ടങ്ങനെ വീഡിയോ ഇടുമ്പോ അയ്യോ മുത്തശ്ശീനെ എന്തിനാ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ. പക്ഷെ നമ്മളും അതെ അതെ, പിന്നെ മുത്തശ്ശിയല്ലേ ഇതൊക്കെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് മുത്തശ്ശീനെ പ്രധാനമായി കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നാളെ നമ്മള് പാത്രങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പൊ എന്നാലും എല്ലാവർക്കും ബൈ ബൈ.